നമുക്കിതാ ഒരു കിണറുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു കാർഡ്ബോർഡ് എടുത്ത് അതിലൊരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ടേപ്പ് തീർന്നിട്ടുള്ള ആ റോളാണ്. ആ തീർന്ന റോള് ഇതിന്റെ സെന്ററിലായിട്ട് വെച്ചിട്ട് ഞാനിത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വരച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എക്സസ് പോർഷൻസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ സാധാരണ നൂലിന്റെ റോളുകളാണ്. ഈ റോളുകൾ നമ്മളിതാ ഈ കാർഡ്ബോർഡിന്റെ സെന്ററിലായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള അതിന്റെ ചുറ്റിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫെവിക്കോളിന് പകരം ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം. അങ്ങനെ ഞാനിതാ ചുറ്റിലും ആ റോളുകൾ ഒട്ടിച്ചെടുത്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുള്ള റോളിന്റെ ഒന്നും കൂടി എടുത്തിട്ട് ഇതുപോലെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേ രീതിയിൽ തൊട്ടടുത്ത ഭാഗത്തും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒട്ടിച്ച അതേ സ്ഥലത്ത് തന്നെ രണ്ട് റോളുകളും കൂടി ഈ രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ രണ്ട് ഭാഗത്തും ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ എല്ലാം കൂടി ഒട്ടിച്ചെടുത്ത് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന് പെയിന്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേ കളറും എടുക്കാം. അങ്ങനെ നമ്മളിതാ ഓരോരോ റോളിലായിട്ട് പെയിന്റ് അടിച്ചെടുക്കുകയാണ്. നമ്മുടെ പെയിന്റ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത്. ഒരു ഗ്യാപ്പും വരുത്താതെ നല്ല വൃത്തിക്ക് വേണം ഇതിന്റെ മുകളിൽ അടിച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മളിതാ ഈ റോളിന്റെ മുകളിലൊക്കെ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള റോളിന്റെ മുകളിൽ മാത്രം പെയിന്റ് അടിച്ചെടുത്തിട്ടില്ല. അവിടെ നമ്മൾ വേറെ കളറാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് അത് കവർ ചെയ്തെടുക്കുന്നത്. ഈ റോളിന്റെ മുകളിൽ പെയിന്റ് അടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആ നടുക്ക് വെച്ചിട്ടുള്ള ആ സ്റ്റിക്കിന്റെ മുകളിലും ഈ സെയിം കളർ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ ഉണങ്ങി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ബ്ലാക്ക് കളറും അതിന്റെ പുറത്ത് നമ്മൾ നേരത്തെ ആ റോളിന് അടിച്ച പെയിന്റും കൂടി അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടി അവിടെ ഉണക്കാൻ വെച്ചതിന് ശേഷം ഞാനിവിടെ ഗ്രീൻ കളർ പെയിന്റ് ആണ് എടുക്കുന്നത്. ഈ പെയിന്റ് ഇതാ ഇതിന്റെ ചുറ്റുമായിട്ട് നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇനി അത് ഉണങ്ങി വന്നതിന് ശേഷം ഞാനിവിടെ കുറച്ച് പച്ച ഇലകളും കുറച്ച് സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എംബ്രോയിഡറിന്റെ നൂല് വെച്ചിട്ടാണ് ഇതിന് കയറാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. കയറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൂരയും കൂടി ഇവിടെ സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.